ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖാണോ? വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ഇന്ന് ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് ചാനൽ പോയതെന്ന്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് വന്നത്. രണ്ട് ചാനലുണ്ടായിരുന്നു. ആദ്യത്തെ ചാനലിൻ്റെ പേര് മൊഞ്ചൻസ് എന്നായിരുന്നു. മൊഞ്ചൻസ് എന്നുള്ള ചാനലിൽ ഞാൻ കുറച്ച് മുന്നേ വീഡിയോസൊന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റേ നമ്മളെ എന്താ പറയുക, മറ്റുള്ള വീഡിയോസ് ഇല്ലേ, മറ്റുള്ള ഇൻസ്റ്റയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ ചെയ്താൽ കോപ്പിറൈറ്റ് വരും, അല്ലെ റീയൂസ്ഡ് വരും. ഇതിനെപ്പറ്റി ഒരു വിവരം ഇല്ലാണ്ട് എന്നോട് അറിയാതെ ചെയ്തു പോയൊരു തെറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ട് ഇപ്പോഴും എൻ്റെ ചാനൽ ബ്ലോക്കായിട്ടാണ്. ബ്ലോക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ റീയൂസ്ഡ് കണ്ടൻറ്റാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിലുള്ള എല്ലാ വീഡിയോസും, പഴയ വീഡിയോസും, ഞാൻ ഇട്ട വീഡിയോസും ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ എന്നിട്ടും ഇപ്പോൾ എനിക്ക് അത് റീയൂസ്ഡ് ആയിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഇനിയിപ്പം ഈ ജൂൺ മാസത്തിൽ അതൊന്നുകൂടി റീഅപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി കൊടുത്ത് നോക്കണം, കിട്ടുമെന്ന് ഉറപ്പില്ല. എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കാം. പിന്നെ അതുകൂടാതെ എനിക്കൊരു അല്ലൂസ് വാവ എന്നുള്ള ചാനലുണ്ടായിരുന്നു. അതിൽ എനിക്ക് റീയൂസ്ഡ് കണ്ടൻ്റ് അല്ല വന്നത്. അതിൽ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ പിന്നെ ആ ചാനലിൽ ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടത്. ആദ്യത്തെ ചാനൽ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനെല്ലാം ശ്രദ്ധിച്ചിട്ടായിരുന്നു കൈകാര്യം ചെയ്തത്. പിന്നെ നോക്കുമ്പോൾ ഞാൻ വാച്ച് അവർ ചെയ്തു തരാൻ പറ്റ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി, വാച്ച് അവർ ചെയ്യുമല്ലോ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ചെയ്തു തന്നേന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് ഇത് കൊടുത്ത്, അങ്ങനെ പൈസയും കൊടുത്ത് 5000 രൂപയും കൊടുത്ത് ഇവർ വാച്ച് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ കൊടുത്ത്. വാച്ച് അവർ എന്ന് പറഞ്ഞാൽ പകുതി വാച്ച് അവർ ഇതിന് വേണ്ടേ ഉള്ളൂ. പിന്നെ 1500 ആയിട്ടുണ്ട്. ബാക്കി 1500 ഞങ്ങൾ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. 3000 വാച്ച് അവർ ആയാൽ 500 സബ്ബും ആയാൽ നമുക്ക് പിന്നെ അമോർട്ടൈസേഷന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്ത് നോക്കുമ്പോൾ ഇവർ പിന്നെ എന്താണെന്നറിയില്ല, ഒരു ദിവസം ഒരു വീഡിയോസ് വന്ന് നമ്മുടെ ലൈവിലേക്ക് ഒരു വീഡിയോ വന്ന്, പിന്നെ അതിനോട് കൂടിയിട്ട് കാണാം പിന്നെ കാണുന്നത് നമ്മളെ ലൈവ് ബ്ലോക്കായി, മൊത്തത്തിൽ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്തൊക്കെയോ വന്ന് 3 പ്രാവശ്യമായിട്ട് വന്നിക്ക്. അപ്പോൾ അതിന് ശേഷം പിന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നൊക്കെ മോണിക്ക് കൊടുക്കാൻ പറ്റാതായി. ആ ചാനൽ അങ്ങനെ രണ്ടാമത്തെ ചാനലും അതേ സ്ഥിതി തന്നെ വന്ന്. അങ്ങനെ ആ ചാനൽ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് ഡിലീറ്റ് ആക്കി അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കേണ്ട ഓപ്ഷനാണ് പിന്നെയും വന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, വീണ്ടും ഞാൻ ആ ചാനലെല്ലാം മൊത്തം ഡിലീറ്റ് ആക്കി വീണ്ടും ഞാൻ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി വീണ്ടും ഞാൻ കൊടുത്തപ്പോൾ പിന്നെയും വന്നിരിക്കുകയാണ് എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നത് പിന്നെ അത് മുന്നേ ഞങ്ങൾ ചെയ്തൊരു പിന്നെ ഈ ലൈവ് ഇട്ടിയ ആൾക്കാരില്ലേ, അവരത് ഞങ്ങൾ ഡിലീറ്റ് ആക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിട്ടുപോയപ്പോൾ ആ ഡിലീറ്റ് ആക്കാൻ വിട്ടുപോയ സംഗതി ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അത് ഞങ്ങൾ ക്രോമിൽ പോയപ്പോഴാണ് കണ്ടത്, ലോഗോ ചെയ്തപ്പോഴാണ് കണ്ടത്. അപ്പോൾ പിന്നെ അത് അങ്ങനെ എല്ലാം കൂടി അത് ഡിലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ മാസം 25-നാണ് പിന്നെ റീഅപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വിചാരിക്കും യൂട്യൂബ് അങ്ങനെയൊന്നും ശ്രദ്ധിക്കൂല, ഇങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല കേട്ടോ. യൂട്യൂബ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട്, വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളെ ചാനൽ നമ്മൾ നല്ല രീതിക്ക് കൊണ്ടുപോയാൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും, നല്ല മെനക്കേടുമാണ്. നമ്മൾ ഈ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ നല്ല മെനക്കേടുള്ള പണിയാണ്. അപ്പോൾ കഴിവതും എല്ലാവരും ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. റീയൂസ്ഡ് കണ്ടൻറ്റ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് മോണിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് അത് റെഡിയായി വരികയില്ല. അത് പിന്നെ റീഅപ്ലൈ, പിന്നെ അതുപോലെ തന്നെ അപ്പീൽ കൊടുക്കണം, ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല, അത് പിന്നെ റെഡിയായിട്ടില്ല. അപ്പോൾ പരമാവധി എല്ലാവരും ഇതൊന്ന് കേൾക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു 3ാമത്തെ ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിനും കൂടി രക്ഷപ്പെട്ടില്ലേ പിന്നെ ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സബ്ബാക്കുക, കൂട്ടാക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞതാണ്. കുറേ കാര്യങ്ങളൊന്നും യൂട്യൂബിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്, എനിക്കുണ്ടായ കാര്യങ്ങൾ. അപ്പോൾ പരമാവധി എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. കാരണം ചില ആൾക്കാരുണ്ട് പറയുന്നത് പിന്നെ ചില മ്യൂസിക്കൊക്കെ എടുക്കുന്ന കോപ്പി റൈറ്റ് വരുന്നുണ്ടെന്ന്. പക്ഷേ നമുക്ക് യൂട്യൂബിൻ്റെ ക്രിയേറ്റ് എന്നുള്ള ആപ്പിൽ പോയിട്ട് എടുക്കുമ്പോൾ അത്ര വലിയ കോപ്പി റൈറ്റ് വരുന്നില്ല. കാരണം അത് യൂട്യൂബിൻ്റെ ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ പിന്നെ ഇതെടുക്കുക, മ്യൂസിക് എടുക്കുക, അത് വലിയ കുഴപ്പമായിട്ട് വരുന്നില്ല. പക്ഷെ അത് പരമാവധി നോക്കുക എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ തന്നെ തംബ്നെയിലുണ്ട്, അതിൽ തന്നെ തംബ്നെയിൽ എടുക്കുക. എല്ലാം യൂട്യൂബിൻ്റെ തന്നെ യൂസ് ചെയ്യുന്ന കഴിവതും നല്ലത്. ചെറിയൊരു പ്രശ്നം പോലെ അത് യൂട്യൂബ് നോക്കുന്നുണ്ട്. എന്തിനും ഒരു അഡ്രസ്സ്, നമ്മൾ ആഡ്സൻസ് അക്കൗണ്ടിന് ഒരു അഡ്രസ്സ് നമ്മൾ എന്തൊക്കെ തെറ്റിയിട്ട് വന്നിട്ടുണ്ട് അതുവരെ യൂട്യൂബ് നോക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല ശ്രദ്ധയോടുകൂടി
പുതിയ ചാനലുകാരുണ്ടാവുമല്ലോ നമ്മളെപ്പോലെ. ഇപ്പോൾ ഞാനും ചെറിയ ചാനലാണ് ഇപ്പം തുടങ്ങി, ഇപ്പോൾ ഇതാ പിച്ച വെച്ച് വരികയാണ്. ഇത് എത്രത്തോളം പോകുന്നൊന്നും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾക്കും ഇതേപോലെ ചാനൽ, പുതിയ പുതിയ ചാനൽ തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. പരമാവധി എല്ലാവരിലേക്ക് എത്തട്ടെ ഇത്. നമ്മളൊരു അവസ്ഥ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറേ അറിവുള്ള ആരും അല്ല, നമുക്ക് അറിവ് അങ്ങനത്തെ ഒന്നുമില്ല. നമുക്കുള്ള അനുഭവത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചത് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. ഓക്കെ.